അൽഹംദുലില്ലാ സുമ്മ അൽഹംദുലില്ലാ. നമ്മളൊക്കെ പ്രതീക്ഷിച്ച പരിശുദ്ധമായ റമദാൻ ശരീഫിലെ 27-ാം രാവ് ഇന്നത്തെ രാത്രിയോടുകൂടെ മഗ്രിബിയോടുകൂടെ നമ്മളിലേക്ക് കടന്നു വരികയാണ്. അതുകൊണ്ട് ഇന്നത്തെ രാത്രി എന്തെല്ലാം സൽക്രമങ്ങൾ ചെയ്യണം, ഏതെല്ലാം സൂറത്തുകൾ പാരായണം ചെയ്യണം, ഏതെല്ലാം ദിക്റുകൾ ചൊല്ലണം, എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് വിശദമായി ഇന്നത്തെ ക്ലാസ്സിലൂടെ നമുക്ക് പഠിക്കാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തു മുഅ്മിനീങ്ങളെ, നിങ്ങളെ എല്ലാവരെയും നമ്മുടെ ക്ലാസ്സിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ മുറാദുകൾ ഹാസിലാക്കി തരട്ടെ, വിഷമങ്ങൾ അകറ്റി തരട്ടെ, ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ എല്ലാ പ്രയാസങ്ങളും നീ അകറ്റി കൊടുക്കണേ അല്ലാഹ്. എല്ലാവർക്കും റാഹത്തല്ലേ? എല്ലാവർക്കും സന്തോഷല്ലേ? നോമ്പ് നോറ്റ് എല്ലാവരും ക്ഷീണിച്ചോ? എല്ലാവരും ഒരു 3 പ്രാവശ്യം മനസ്സറിഞ്ഞുകൊണ്ട് അൽഹംദുലില്ലാ പറഞ്ഞ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. അൽഹംദുലില്ലാ പറഞ്ഞവരൊക്കെ കമന്റിൽ ഒന്ന് എഴുതി വിടണം. ആരൊക്കെയാണ് അൽഹംദുലില്ലാ പറഞ്ഞത് എന്ന് ഉസ്താദിന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാ സുമ്മ അൽഹംദുലില്ലാ. പരിശുദ്ധമായ റമദാൻ ശരീഫ് വന്നത് മുതൽ നാം ഒക്കെ പ്രതീക്ഷിച്ചിരിക്കുന്ന 27-ാം രാവ് ഇന്നത്തെ മഗ്രിബിയോടുകൂടെ നമ്മളിലേക്ക് പ്രവേശിക്കുകയാണ്. എന്തിനാണ് റമദാൻ 27-ാം രാവ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്? ലൈലത്തുൽ ഖദറിനെ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കാൻ മഹാന്മാര് സഹാബിമാര് പറഞ്ഞത് 27-ാം രാവിലാണ്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പോലോത്ത വലിയ ഖുർആൻ വ്യാഖ്യാതാക്കൾ പറയുന്നു ലൈലത്തുൽ ഖദറിനെ കൂടുതൽ പ്രതീക്ഷിക്കേണ്ടത് 27-ാം രാവിനാണെന്ന്. അതുകൊണ്ടാണ് ലോക മുസ്ലിമീങ്ങൾ 27-ാം രാവ് വരുമ്പോ പ്രത്യേകം മജ്ലിസുകൾ നടത്തുന്നത്, തൗബ ചെയ്യുന്നത്, ദിക്റുകൾ ചൊല്ലുന്നത്, സ്വലാത്തുകൾ ചൊല്ലുന്നത്. അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ, ഇന്നത്തെ രാത്രി എന്തെല്ലാം ദിക്റുകളാണ് നമ്മൾ ചൊല്ലേണ്ടത്, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഏതെല്ലാം സൂറത്തുകളാണ് ആയത്തുകളാണ് ഓതേണ്ടത് എന്ന് വിശദമായി നമുക്ക് പഠിക്കാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആദ്യമായി പ്രിയമുള്ളവരെ, നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇന്നത്തെ രാവിന് വേണ്ടി ഒരുങ്ങി തയ്യാറാവുക എന്നുള്ളതാണ്. ഭക്ഷണമൊക്കെ നേരത്തെ പാകം ചെയ്ത് മറ്റുള്ള കാര്യങ്ങൾ, വീട് വൃത്തിയാക്കുന്ന കാര്യങ്ങളൊക്കെ ശരിക്ക് നേരത്തെ ശ്രദ്ധിച്ചുകൊണ്ട് 27 രാവിനെ പ്രതീക്ഷിച്ചുകൊണ്ട് ദിക്റുകൾ സ്വലാത്തുകൾ ചൊല്ലി ഇരിക്കുക എന്നുള്ളതാണ്. മഗ്രിബ് ബാങ്ക് കൊടുത്താൽ ഉടനെ നോമ്പ് തുറക്കുകയും മഗ്രിബ് നിസ്കരിക്കുകയും ചെയ്യുക. ഒരിക്കലും മഗ്രിബ് വൈകിപ്പിക്കാൻ പാടില്ല. മഗ്രിബ് നിസ്കാരം ഖളാ ആക്കാൻ പാടില്ല. ചില ആളുകളൊക്കെ നോമ്പ് തുറയല്ലേ, അങ്ങനെ മഗ്രിബ് ഇങ്ങനെ പിന്തിച്ച് ഇശാ ബാങ്ക് കൊടുക്കുന്നത് വരെ മഗ്രിബ് നിസ്കരിക്കാത്ത ഒരു അവസ്ഥ ഉണ്ട്. അതെന്റെ പ്രിയമുള്ളവരെ നമ്മളിൽ ഉണ്ടാകാൻ പാടില്ല. കഴിയുന്ന ആളുകളൊക്കെ ഉമ്മമാര് വീട്ടിൽ ജമാഅത്തായി നിസ്കരിക്കുക. അമ്മായിമ്മയും മരുമകളും അതുപോലെ തന്നെ പെൺകുട്ടികളെയൊക്കെ നിർത്തി കഴിവിന്റെ പരമാവധി ജമാഅത്തിലായി നിസ്കരിക്കാൻ ശ്രദ്ധിക്കുക. പുരുഷന്മാരൊക്കെ നിർബന്ധമായും പള്ളിയിൽ പോയി ഇഅ്തികാഫിന്റെ നിയത്ത് മറക്കാതെ വെച്ചുകൊണ്ട് ഇമാമിന്റെ കൂടെ ജമാഅത്തായി മഗ്രിബ് നിസ്കരിക്കുക. അങ്ങനെ മഗ്രിബ് നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ദിക്റിലായി സ്വലാത്തിലായി ഇരിക്കണം. റമദാൻ മാസമായിരുന്നു, വിശ്രമിക്കാണെന്ന് പറഞ്ഞാൽ വിശ്രമിക്കാൻ പറ്റൂല. കാരണം ലൈലത്തുൽ ഖദർ നമുക്ക് ലഭിച്ചാൽ നമ്മൾ രക്ഷപ്പെടും. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞത് ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ. 1000 മാസങ്ങളേക്കാൾ പോരിശയുള്ളതാണ് ലൈലത്തുൽ ഖദർ. അത് ഒരിക്കലും നമ്മൾക്ക് നഷ്ടപ്പെടാൻ പാടില്ല. അപ്പൊ നോമ്പ് തുറക്കുന്ന സമയത്ത് ഇന്നത്തെ രാത്രിയെങ്കിലും പാകത്തിന് ഭക്ഷണം കഴിച്ചാൽ മതി. കൂടുതലായി ഭക്ഷണം കഴിക്കരുത്. കാരണം ഇന്നത്തെ രാത്രി ഹയാത്താക്കാനുള്ളതാണ്. ദിക്റുകൾ, സ്വലാത്തുകൾ, സുന്നത്ത് നിസ്കാരങ്ങൾ അധികരിപ്പിക്കാനുള്ളതാണ്. അതുകൊണ്ട് പാകത്തിന് ഭക്ഷണം കഴിക്കുക. അങ്ങനെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഓതുന്ന സൂറത്തുൽ വാഖിയ, സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുക, യാസീൻ സൂറത്ത് പാരായണം ചെയ്യുക. അപ്പോഴേക്ക് എന്ത് ചെയ്യും? ഇശാ ബാങ്ക് കൊടുക്കും. ഇശ ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ നിർബന്ധമായും സ്ത്രീകൾ വീട്ടിൽ ജമാഅത്തായി നിസ്കരിക്കുക. പുരുഷന്മാര് പള്ളിയിൽ വന്ന് ജമാഅത്തായി നിസ്കരിക്കുക. അവസാനത്തെ 10 അല്ലാഹുവിന്റെ റസൂൽ പ്രത്യേകം ഇഅ്തികാഫ് ചെയ്യുമായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാവുന്നതാണ്. അപ്പൊ പള്ളിയിൽ പോയി ജമാഅത്തായി നിസ്കരിക്കുക. തറാവീഹ് ഒരിക്കലും മുടക്കരുതേ. തറാവീഹ് നിസ്കരിക്കണം. തറാവീഹ് സുന്നത്താണ്, അത് ശക്തിയായ സുന്നത്താണ്. കൊല്ലത്തിൽ ഒരു മാസല്ലേ ഉള്ളൂ. അടുത്ത കൊല്ലം നമ്മൾ ജീവിക്കുമോ ഇല്ലയോ എന്ന് പറയാൻ കഴിയൂല. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കട്ടെ. അങ്ങനെ തറാവീഹ് നിസ്കരിക്കുന്നു, ഇമാമിന്റെ കൂടെ വിത്ർ നിസ്കരിക്കുന്നു.
അതിനുശേഷം പ്രിയമുള്ളവരെ ഭക്ഷണം കഴിക്കാനുള്ളവർ ഭക്ഷണം കഴിക്കുക, തസ്ബീഹ് നിസ്കരിക്കണം. ഒരുപാട് പുണ്യങ്ങളല്ലേ ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിൽ നമ്മൾ നിസ്കരിച്ചു കഴിഞ്ഞാൽ. അതുകൊണ്ട് തസ്ബീഹ് നിസ്കരിക്കുക കഴിവിന്റെ പരമാവധി. അങ്ങനെ തസ്ബീഹ് നിസ്കാരം കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നീ. ഇത് ധാരാളം പറയുക, ശക്തിയായ സുന്നത്താണ്. ഖദറിനെ പ്രതീക്ഷിക്കേണ്ട രാത്രികളിലൊക്കെ ഈ ദിക്ർ ധാരാളം പറയുക. അവസാനത്തെ പത്തെത്തി കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂൽ കൂടുതലായി പറഞ്ഞിരുന്നത് അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നീ. ആ ദിക്ർ അതൊരു പ്രാർത്ഥനയാണ്, അത് ധാരാളം ചെയ്യുക. അതുപോലെ തന്നെ ആയത്തുൽ കുർസി. ആയത്തുൽ കുർസി അറിയാത്തവരായി ആരും ഉണ്ടാവില്ല. കഴിവിന്റെ പരമാവധി ആയത്തുൽ കുർസി ഇന്നത്തെ രാത്രി എല്ലാവരും പാരായണം ചെയ്യുക. ഒരുപാട് കാവലാണ്. ഇമാം സാബിർ റളിയല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠമായ ആയത്താണ് ആയത്തുൽ കുർസി. ഖുർആനിന്റെ വാർഷികമാണല്ലോ റമദാൻ മാസത്തില്. അതുകൊണ്ട് ഖുർആനിലെ ഏറ്റവും മഹത്തായ ആയത്ത് തന്നെ ഇന്നത്തെ രാത്രി നമ്മൾ പാരായണം ചെയ്യണം, ആയത്തുൽ കുർസി. അതിനുശേഷം ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ ആയത്തുകൾ നമ്മളൊക്കെ പറയാറുണ്ട്. ആമന റസൂലു, ആ ആമന റസൂലു പാരായണം ചെയ്യുക. കഫത്താഹു, ആമന റസൂലു നമ്മൾ ഓതിക്കഴിഞ്ഞാൽ കഫത്താഹു, നമ്മൾക്ക് അത് മതി എന്നാണ് മഹാനായ നബി തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. ആയത്തുൽ കുർസി ഓതിക്കഴിഞ്ഞാൽ പരിശുദ്ധ ഖുർആനിലെ ഒരു സൂറത്തുണ്ട്, സൂറത്തുൽ ഖദർ, സൂറത്ത് ലൈലത്തുൽ ഖദറിനെ കുറിച്ച് പറയുന്ന സൂറത്ത്. അതേതാ? സൂറത്തുൽ ഖദർ. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ. ഈ സൂറത്ത് നമ്മൾ പാരായണം ചെയ്യണം. ഈ സൂറത്ത് പാരായണം ചെയ്തു കഴിഞ്ഞാൽ നമ്മൾക്ക് റമദാൻ മാസം നോമ്പനുഷ്ഠിച്ച പ്രതിഫലം അല്ലാഹു നൽകും. നോമ്പനുഷ്ഠിച്ച നമ്മൾ നോമ്പുകാരാണ്, അതിന്റെ പ്രതിഫലം നമുക്ക് ലഭിക്കും. അതിന് പുറമെ ഈ സൂറത്ത് ഓതി കഴിഞ്ഞാൽ നോമ്പനുഷ്ഠിച്ച മറ്റൊരു പ്രതിഫലം അല്ലാഹു നമുക്ക് നൽകും. മാത്രമല്ല ലൈലത്തുൽ ഖദറിന്റെ രാത്രി ഹയാത്താക്കിയ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. അതുകൊണ്ട് കഴിവിന്റെ പരമാവധി ലൈലത്തുൽ ഖദറിന്റെ ഈ പുണ്യമായ രാത്രിയിലെ സൂറത്തുൽ ഖദർ പാരായണം ചെയ്യുക. 7 തവണ പാരായണം ചെയ്യണം. എത്ര? 7 തവണ. വളരെ സിമ്പിൾ ആണ്, ചുരുങ്ങിയാണ്. 7, 30, 20 ഒക്കെ ചൊല്ലാൻ കഴിയും മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം. 7 തവണയെങ്കിലും ഇന്നത്തെ രാത്രി സൂറത്തുൽ ഖദർ ഓതിയിരിക്കണം. അല്ലാഹു ഓതാനുള്ള തൗഫീഖ് നൽകട്ടെ. ഇത് ഓതിക്കഴിഞ്ഞാൽ 70,000 മലക്കുകൾ അവനക്ക് വേണ്ടി സ്വർഗം കൊടുക്കണേ അല്ലാ, സ്വർഗം കൊടുക്കണേ അല്ലാ എന്ന് പറഞ്ഞ് ദുആ ചെയ്യുമെന്നാണ് മഹാന്മാർ അവരെ കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അത് കഴിഞ്ഞാൽ ദിക്റുകളുടെ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ദിക്റാണല്ലോ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് മറന്നു പോകരുതേ. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരു 3 തവണയെങ്കിലും നമ്മൾ പാരായണം ചെയ്യുക. 3 തവണയൊന്നും പോരാ, അത് മഹാന്മാര് പറഞ്ഞൊരു കണക്കാണ്. 3 തവണയെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാ. നീ 1000 പ്രാവശ്യം ചൊല്ലാൻ പറ്റുമോ? 1000 പ്രാവശ്യം ചൊല്ലിക്കോ. 30,000 വട്ടം ചൊല്ലാൻ കഴിയോ? 30,000 വട്ടം ചൊല്ലിക്കോ. കുറയൂല. അത്രയും പ്രതിഫലം നമ്മൾക്ക് അല്ലാഹു നൽകുകയും നമ്മളെ ഈമാൻ വർദ്ധിക്കുകയും ചെയ്യും. അത് കഴിഞ്ഞാൽ ഇദാ സുൽസത്തിൽ അർളു സിൽസാലഹാ എന്ന സൂറത്ത് പാരായണം ചെയ്യണം. ഇതൊക്കെ അറിയുന്ന ആളുകളാണ്, ഞാൻ അതൊന്നും ഇവിടെ ഓതി കേൾപ്പിക്കുന്നില്ല, എല്ലാവർക്കും അറിയാം. ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ വഅഖറജത്തിൽ അർളു അസ്കാലഹാ വഖാലൽ ഇൻസാനു മാലഹാ. ആ സൂറത്ത് മുഴുവനായി പാരായണം ചെയ്യുക. അല്ലാഹു ഓതാൻ തൗഫീഖ് നൽകട്ടെ. എത്ര തവണ? 2 തവണ സൂറത്തു സൽസല പാരായണം ചെയ്യുക. അത് കഴിഞ്ഞാൽ സൂറത്തുൽ കാഫിറൂൻ. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅബ്ബുദൂൻ. ഞാൻ ഈ പറയുന്നതൊക്കെ എഴുതിയെടുക്കണം കേട്ടോ. അതല്ലെങ്കിൽ ഇന്നത്തെ രാത്രി വീണ്ടും ഈ ക്ലാസ് കേൾക്കുക. അത് എല്ലാവരും എഴുതിയെടുത്ത് ആ സൂറത്തുകൾ പാരായണം ചെയ്യുക. പിന്നെ ഓതേണ്ടത് ഏതാ? സൂറത്തുൽ കാഫിറൂനാണ്. അല്ലാഹു ഓതാല ഭാഗ്യം നൽകട്ടെ. അതൊരു പ്രാവശ്യം പാരായണം ചെയ്യുക. സൂറത്തുൽ ഇഖ്ലാസ് പറയേണ്ടതില്ലല്ലോ. സൂറത്തുൽ ഇഖ്ലാസ് അത്ഭുതങ്ങളുടെ കറവറയാണ്. 3 വട്ടം ഓതി കഴിഞ്ഞാൽ ഖുർആൻ മുഴുവൻ ഓതിയ പ്രതിഫലമാണ്. അതുകൊണ്ട് സൂറത്തുൽ ഇഖ്ലാസ് ഇന്നത്തെ രാത്രി എല്ലാവരും ഒരു 10 പ്രാവശ്യമെങ്കിലും, ഒരു 15 പ്രാവശ്യം, ഒരു 100 പ്രാവശ്യമെങ്കിലും ഓതുക. ഇന്നത്തെ രാത്രി ഹയാത്താക്കല്ലേ. അപ്പൊ സൂറത്തുൽ ഇഖ്ലാസ് എന്ത് ചെയ്യുക? ധാരാളം പാരായണം ചെയ്യുക. സൂറത്ത് യാസീൻ നേരത്തെ പറഞ്ഞു, ഇശാ മഗ്രിബ് ഇടയിൽ പാരായണം ചെയ്യുക.
ചെയ്യുക. അതോടൊപ്പം തന്നെ ഇസ്തിഗ്ഫാറുകൾ അധികരിപ്പിക്കുക. ഇസ്തിഗ്ഫാർ എത്ര അധികരിപ്പിച്ചാലും നമ്മൾക്ക് കുറയൂല. അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം. അതുപോലെ സയ്യിദുൽ ഇസ്തിഗ്ഫാറിനെ കുറിച്ച് നമ്മളെ ക്ലാസ്സിൽ മുമ്പ് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അത് ക്ലാസ് കേൾക്കുക. സയ്യിദുൽ ഇസ്തിഗ്ഫാർ ചൊല്ലിയ ഒരുപാട് ശ്രേഷ്ഠതയാണ്. സയ്യിദുൽ ഇസ്തിഗ്ഫാർ ചൊല്ലിക്കഴിഞ്ഞാൽ അവൻ മരിച്ചാൽ അവനക്ക് സ്വർഗം ഉറപ്പാണ്. മലക്കുകൾ അവനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അതുകൊണ്ട് സയ്യിദുൽ ഇസ്തിഗ്ഫാർ ധാരാളം പാരായണം ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മൾക്കറിയുന്ന ദിക്റുകളുണ്ടല്ലോ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം, യാ ഹയ്യു യാ ഖയ്യൂം. അതൊക്കെ ധാരാളം പാരായണം ചെയ്യണം. അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് അവസാനം എന്ത് ചെയ്യണം? എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യണം. നമ്മളെ കാര്യത്തിന് വേണ്ടി മാത്രമല്ല, എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യുക. ഇപ്പൊ ഗൾഫിലൊക്കെ വളരെ പ്രയാസത്തിലാണ് യുദ്ധം കാരണം. ഇറാഖിലൊക്കെ വളരെ പ്രയാസത്തിലാണ്, ഭക്ഷണമില്ലാത്ത പ്രയാസമൊക്കെ ഉണ്ട്. അപ്പൊ അവർക്ക് വേണ്ടി ദുആ ചെയ്യുക. ലോക മുസ്ലിമീങ്ങൾക്ക് വേണ്ടി, ലോകത്തിന്റെ സമാധാനത്തിന് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യുക. കുടുംബക്കാർക്ക് ദുആ ചെയ്യുക. നമ്മളെ മാത്രമല്ല, കുടുംബക്കാരും നന്നാവട്ടെ, മക്കൾക്ക് ദുആ ചെയ്യുക, നമ്മൾക്ക് വേണ്ടി ദുആ ചെയ്യുക. ധാരാളം സലാത്തുകൾ അതിനുശേഷം നമ്മൾ ചൊല്ലണം. പ്രാർത്ഥന കഴിഞ്ഞാൽ സലാത്ത് ചൊല്ലൽ സുന്നത്താണ്. പ്രാർത്ഥനയുടെ തുടക്കത്തിലും സലാത്ത് സുന്നത്താണ്. അപ്പൊ എന്ത് ചെയ്യുക? പ്രാർത്ഥന കഴിഞ്ഞാൽ ധാരാളം സലാത്ത് ചൊല്ലുക. എത്രത്തോളം കണക്കൊന്നുമില്ല, സലാത്തിന് കണക്കില്ല പ്രിയമുള്ളവരെ. ഫാത്തിമിയ സലാത്ത് പിടിച്ചോ, അത് ഒരുപാട് പ്രാവശ്യം പെട്ടെന്ന് ചൊല്ലി തീർക്കാൻ കഴിയും. അല്ലാഹുമ്മ സല്ലി അലൻ നൂരി വാഹിലി, അല്ലാഹുമ്മ സല്ലി അലൻ നൂരി വാഹിലി. അത് ധാരാളം പാരായണം ചെയ്യുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതിന്റെ കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്, ഇൻഷാ അല്ലാഹ് ഇന്നത്തെ രാത്രി നമ്മളെ ദാറുൽ മുബീൻ മജ്ലിസിൽ ഇന്നത്തെ രാത്രി എന്തൊക്കെ ദിക്റുകളാണ് ചൊല്ലേണ്ടത്, പോരിശ ലഭിക്കാൻ, നമ്മളെ പ്രയാസങ്ങൾ മാറാൻ ചൊല്ലേണ്ട ദിക്റുകൾ, സലാത്തുകളൊക്കെ നമ്മൾക്ക് ഒരുമിച്ച് ചെല്ലാം. അതിനുശേഷം നമുക്ക് തൗബയും ചെയ്യാം. എല്ലാവരും അതിൽ പങ്കെടുക്കണമെന്ന് കൂടെ പ്രത്യേകം ഉണർത്തുകയാണ്. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അപ്പൊ പിന്നെ തസ്ബീഹ് ചൊല്ലണം. സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് തുടങ്ങിയ തസ്ബീഹുകൾ ചൊല്ലുക. അതുപോലെ സ്വതക്ക ചെയ്യണം പ്രിയമുള്ളവരെ, മറന്നു പോകരുത്. ഇന്നത്തെ ദിവസവും ഇന്നത്തെ രാത്രിയൊക്കെ എന്ത് ചെയ്യുക? എത്രയാണോ നമുക്ക് കൊടുക്കാൻ കഴിയുക, 1 രൂപയാണെങ്കിൽ 1 രൂപ കൊണ്ട് എന്ത് ചെയ്യണം? നമ്മൾ സ്വതക്ക കൊടുത്തുകൊണ്ട് നമ്മളെ ജീവിതം മെച്ചപ്പെടുത്തണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ജീവിതത്തിൽ അല്ലാഹു ഖൈറും ബറക്കത്തും നൽകട്ടെ. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇന്നത്തെ രാത്രി നമ്മൾ ചെയ്യേണ്ടതുണ്ട്. എന്റെ ഓർമ്മയിലുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ അവതരിപ്പിച്ചിട്ടുള്ളത്. ലൈലത്തുൽ ഖദറിന്റെ മഹത്വം ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരട്ടെ. ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. മരണപ്പെട്ടു പോയവർക്ക് പ്രാർത്ഥിക്കാൻ ആരും മറന്നു പോകരുത് കേട്ടോ. അവർ നമ്മളെ പ്രാർത്ഥന പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ വീടും പരിസരമൊക്കെ പ്രത്യേകം വൃത്തിയാക്കണം. കാരണം വീട്ടിലേക്ക് റഹ്മത്തിന്റെ മലക്കുകൾ വരണമെങ്കിൽ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ മാതാപിതാക്കൾക്ക് ദുആ ചെയ്യണം. അതാണ് നമ്മളെ മുത്ത്, അവരാണ് നമ്മളെ റഹ്മത്ത്, അവരാണ് നമ്മളെ ബറക്കത്ത്, അവരാണ് നമ്മളെ സ്വർഗം. അതുകൊണ്ട് മാതാപിതാക്കൾക്ക് പ്രത്യേകം ദുആ ചെയ്യുക. രോഗികൾക്ക് ദുആ ചെയ്യണം. അതുപോലെ അയൽവാസികൾക്ക് ദുആ ചെയ്യണമെന്നുകൂടെ പ്രത്യേകം ഓർമ്മപ്പെടുത്തി ഞാൻ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ചെയ്യുന്ന സർവ്വ സൽക്രമങ്ങളും സ്വീകരിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ എന്ന പ്രാർത്ഥന കഴിയുന്ന പരമാവധി എല്ലാവരും പ്രാർത്ഥിക്കുക. അതുപോലെ റമളാൻ തുടക്കം മുതൽ നമ്മൾ ചൊല്ലിപ്പോന്നിരുന്ന ഒരു ദിക്റുണ്ടല്ലോ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. ആ ദിക്ർ ധാരാളം ചൊല്ലുക. അല്ലാഹുമ്മ അത്ഖിനി മിനന്നാർ വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ. അത് ധാരാളം ചൊല്ലണേ, മറന്നു പോവല്ലേ. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂൽ ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.